പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, let your fire finger soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some Holy Priesthood. I bless and hallow you.
എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയമെന്ന് പറയും. കർത്താവ് ഓശാന പാടി എതിരേറ്റ് വിജയശ്രീലാളിതനായിട്ട് ജെറുസലേമിലേക്ക് രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ക്ലൈമാക്സ് അടിക്കും. എന്താണ്? മാവിട്ട് കരയും. ഭയങ്കര രസമല്ലേ അത്? അതായത് ജനലക്ഷങ്ങളുടെ അകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയുന്ന പകരം പറയും അവൻ പൊട്ടിക്കരഞ്ഞെന്ന് പറയും. എന്താ കാര്യം? ഒറ്റ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഒറ്റ കാര്യം എന്താണത്? സന്ദർശനത്തിൻ്റെ സമയം അറിഞ്ഞില്ല. ലൂക്ക 19:42 സമാധാനത്തിനുള്ള മാർഗങ്ങൾ, സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സമാധാനത്തിന്റെ മാർഗം എന്താ ശരിക്കും പറഞ്ഞ? അനുതാപത്തിന്റെ മാർഗങ്ങളാണ്. സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിൽ സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ്. ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ്. അപ്പം അനുതാപത്തിലുള്ള മാർഗങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഉള്ള പോക്കൃത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും. എന്നിട്ടും മറ്റുള്ളവർ പറയും ഇത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. എന്നിട്ട് പറയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട്. പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കയ്യിരിപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് വെട്ടിപ്പ്, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തെ നിരക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ. പക്ഷെ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കും. വിഡ്ഢികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്താ സംഭവം എന്ന് പറയുന്നത്? ഇവർക്ക് അനുതാപം കൊടുക്കത്തില്ല ഒരിക്കലും. അനുതാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്തായാലും അവർ ഓക്കെയാണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഓക്കെയാണെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും. കാര്യം അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ വെച്ചാൽ അവർ അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ, അവർ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക അവരൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല. അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞതല്ലേ. മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. എന്താണ്? നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. ഇതന്നെ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ്. അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത്. ദൈവം ചെയ്യണതാണ് നമ്മളോട് പറയണത്. ദൈവം ചെയ്യണത് ചെറിയ അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല. എന്താണ്? അനുതാപം കൊടുക്കത്തില്ല. പന്നിയാണെന്ന് എന്തെന്നറിയാം. പന്നീനെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനമാണ്. വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനത്തിന് അനുതാപം കൊടുക്കത്തില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാ? എല്ലാ പരിപാടി പോകറിക്കാൻ കാണിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെ എന്താ അത് ചവിട്ടി മെതിക്കുകയും എന്നാ പറഞ്ഞു. അത് എന്താ ചെയ്യണേ? അവ അത് ചവിട്ടി നശിപ്പിക്കുകയും അനുതാപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ചവിട്ടാൻ വരും. തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും പറയുന്നവനെ പറഞ്ഞതിനെ ആക്ഷേപിച്ച് കളയും. അയാളെ പന്നിയുടെ സ്വഭാവം. പിന്നെ അയാളിപ്പോൾ പഠിക്കാൻ വന്ന് അയാൾ അപ്പനെങ്ങനെ എനിക്കറിയാമെന്ന് പറയും. ഇതാണ് സംഭവം. ആ പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. പക്ഷേ ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി പെട്ടെന്ന് പൂത്ത് കായ്ക്കാൻ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ചിലർക്ക് ഉടമ്പടി എന്തുകൊണ്ടാണ് ലാഗ് ചെയ്യണത്? ചിലർക്ക് പെട്ടെന്ന് ഉടമ്പടി എന്താ നടക്കണത്? അത് നമ്മൾ ഒരു അതൊരു കേസ് ഹിസ്റ്ററിയാണ്. ഇങ്ങനെ പലരുടെയും പെട്ടെന്ന് നടക്കുന്ന ഉടമ്പടികളും താമസിച്ച് നടക്കുന്ന ഉടമ്പടി. ആർക്കൊക്കെയാണ് ഉടമ്പടി താമസിച്ച് നടക്കുന്നത്? ആർക്കൊക്കെയാണ് ഉടമ്പടി
പെട്ടെന്ന് നടക്കണത്. ആ സാക്ഷികൾ മാത്രം നമ്മൾ വെറൈറ്റി ആയിട്ട് മാറ്റിയിട്ടൊന്ന് സ്കാൻ ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു സത്യം മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചെടി വെക്കുന്നു. നമ്മളെന്ത് ചെയ്യും? ചെടി അങ്ങനെ തന്നെ ഇവിടെ വെക്കത്തില്ലല്ലോ. എന്തു ചെയ്യും? ആ മണ്ണൊക്കെ ഒന്ന് ഒരുക്കുമല്ലേ ആദ്യം. മണ്ണൊക്കെ ഒരുക്കി കളയുണ്ടെങ്കിലൊക്കെ പറിച്ച് മാറ്റി മണ്ണൊക്കെ ഒന്ന് ഇളക്കി, വേരോടാൻ വേണ്ടി മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒരടിവളമൊക്കെ അവിടെ ഇട്ട്, എന്നിട്ടാണ് നമ്മൾ ചെടി വെച്ചിട്ട് നനയ്ക്കുന്നത്. അപ്പോഴത് വേരോട്ടമുള്ളത് കാരണം പെട്ടെന്നത് പൊങ്ങി വളരും. ഒത്തിരിയേറെ ചെടികളുടെ ഇടയ്ക്ക് കൊണ്ടുപോയി നമ്മൾ ഉദ്ദേശിക്കുന്ന ചെടി വെച്ചാൽ പലപ്പോഴും ഈ പ്രസരണ നഷ്ടമെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് പോലെ പ്രസരണ നഷ്ടം ഉണ്ടാകും. പ്രസരണ നഷ്ടം എന്ന് പറയുന്നത് KCBക്കാർ പറയുന്ന ഒരു സൂത്രമാണ്. സൂത്രമല്ല, ഒരു സത്യം. അവർ പറയുന്നത് ഇടുക്കിയിൽ അവർ കുറേ കറണ്ട് ഉണ്ടാക്കിയാൽ അത് ആലപ്പുഴ വരുമ്പോൾ കുറേ ഈ വയറിലൊക്കെ കൂടി ചെമ്പ് വയറിലോ അലുമിനിയം വയറിലൊക്കെ സഞ്ചരിച്ച് പിന്നെ ആ വയറ് വല്ല തെങ്ങിലോ മരത്തിലൊക്കെ ഉരച്ചിട്ടുണ്ടെങ്കിൽ അവർ ടച്ച് വെട്ടും. അവർ ടച്ച് വെട്ടാൻ വരുന്നില്ലേ? ടച്ച് വെട്ടാൻ വരുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് ഈ നമ്മുടെ വേലിപ്പത്തിൻ്റെ ഇടക്കൂടിയാണ് കറണ്ട് കമ്പി പോകണമെന്നുണ്ടെങ്കിൽ ആ വേലിപ്പത്തിൽ മഴ നനയുമ്പോൾ കറണ്ട് വലിച്ചെടുക്കും. അപ്പോൾ നല്ല നമ്മൾ 100 വാട്ട് ഉണ്ടാക്കിയാൽ, ഇടുക്കിയിൽ 100 വാട്ട് ഉണ്ടാക്കിയാൽ അത് ആലപ്പുഴ വരുമ്പോൾ 50 വാട്ടായിട്ട് കുറയും ടച്ച്. അത് പ്രസരണ നഷ്ടം വരണതാണ്. ഉടമ്പടിയിലുമൊക്കെ പ്രസരണ നഷ്ടമുണ്ട്. ശരിക്കും നമ്മൾ ഉടമ്പടി പ്രകാരം വളരെ കൃത്യമായിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെയുള്ളവരും ഉടമ്പടിയുടെ സ്പിരിറ്റ് ഇല്ലാത്തവർ, ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കാം. ഈശോ പറഞ്ഞ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും അപ്പോൾ അവരുടെ ശത്രുക്കളെന്ന്. അത് ശരിയാണ്. ഉടമ്പടിയുടെ ശത്രുക്കൾ ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും. കർത്താവ് എപ്പോഴും അത് നോട്ട് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലുള്ളവരെ കുറിച്ച് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:36. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അതാണ് സംഭവം. അത് ഇപ്പോഴല്ല, പണ്ടും അങ്ങനെയാണ്. ഒരുവൻ്റെ കുടുംബത്തിൽ പെട്ടവർ തന്നെ ആയിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ. നിങ്ങൾ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നതിലും നിങ്ങൾ ദൈവവുമായിട്ട് അടുക്കുന്നതിലൊക്കെ ശത്രുത വരുന്നത് ചിലപ്പോൾ ഭാര്യയാകാം, അല്ലെങ്കിൽ ഭർത്താവാകാം. ഇപ്പം ഷാംലിൻ എന്ന് പറഞ്ഞ് ഈ നോർത്ത് പറവൂരിലുള്ള ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഈ ദിവസം കേട്ടായിരുന്നു. വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ഷാംലിന് 9 വർഷമായിട്ട് മക്കളില്ല. അപ്പോഴയാൾ വൈഫിനോട് പറയും, നമുക്ക് ഇപ്പോൾ ഇലന്തിക്കര അല്ലേ, അങ്ങനെ സ്ഥലമില്ലേ നോർത്ത് പറവൂരില്ലേ, അവിടെയാണ്, നമുക്ക് ഒന്ന് ഉടമ്പടി എടുക്കാൻ പോയാലോ എന്ന് വൈഫിനോട് ചോദിക്കുക. അപ്പോൾ വൈഫ് പറയും, ഞാനവിടെ 2019 പോയതാണ്, അങ്ങനെയാണ് എനിക്ക് അമൃതയിൽ ജോലി കിട്ടിയത്. ഞാനത് പുതുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങളെന്നോട് പറഞ്ഞ് പോകണ്ടെന്ന് പറഞ്ഞു. അതാസാനം. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കണ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ് അതിൻ്റെ കാര്യമൊന്നുമില്ല, അതൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ജോലി കിട്ടാൻ കാരണം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അന്ന് മുടക്കിയായിരുന്നു. ഉടമ്പടി പുതുക്കുന്നതിന് വൈഫിനെ മുടക്കി. അതാണ് ഈശോ പറയണത്, ഒരുവൻ്റെ കുടുംബത്തിൽ തന്നെയുള്ളവരായിരിക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശത്രുക്കളെന്ന്. നമ്മളിത് എങ്ങനെയാണ് ഇതിനെ സമീപിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം തോന്നുമ്പോൾ തന്നെ കുടുംബത്തിലുള്ളവരെ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം. അവരെ ബ്ലോക്കിനകത്ത് കരാട്ടെ കാണിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് അവരെ സാത്താൻ്റെ ഉപകരണങ്ങളായി വന്ന് ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ എപ്പോഴും ഇപ്പോൾ ഉടമ്പടിക്ക് തന്നെയല്ല, ദൈവികമായ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം നമ്മൾ ഗൺ പോയിൻ്റ് കൊണ്ടുവരുന്നത് നമ്മുടെ നിയർ വൺസ് ആൻഡ് ഡിയർ വൺസ് ആണ്. നമ്മളെ ഏറ്റവും അടുത്തവർ, ചിലപ്പോൾ കൂട്ടുകാരാകാം, കൂട്ടുകാരത്തികളാകാം, അങ്ങനെയുള്ളവരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വെച്ചാൽ അവർക്ക് വേണ്ടി
നമ്മൾ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അവരിൽ നിന്ന് കൂടുതലും മോശമാകാതെ ഒന്നും സംഭവിക്കാതിരിക്കാൻ. സാധാരണ മോശമായതൊക്കെ സംഭവിക്കും, കൂടുതൽ മോശമായത് ഒന്നും ഈശോ ഒരു ശ്രദ്ധിക്കുന്നൊരു വിഷയമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, കൂടുതൽ മോശമായത്. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:14 കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ. പറഞ്ഞേ, കൂടുതൽ മോശമായത് ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ തിന്മയുടെ ശക്തികളുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്തെന്നാണ് പറയണത്. തിന്മയുടെ ശക്തികളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തട്ടുകേടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ച് അവരോട് ചോദിച്ച് അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരുടെ ഒപ്പം ഒഴുകരുത്. ചിലപ്പോൾ വിട്ടു പോരേണ്ടി വരും. അത് 2 കൊരിന്ത്യൻസിൽ 2 കൊരിന്ത്യൻസ് 6:17 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 6:17 ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഒരു വേർപാട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഉടമ്പടി ഒരു വലിയ വിഷയമാണ്. നമ്മൾ ദൈവവുമായിട്ട് ഈ ജീവിതത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത പോലെയുള്ള വലിയ ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പോഴേ കളകളെയൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. നിങ്ങൾ അവരെ 2 കൊരിന്ത്യൻസ് 6:17 ഒന്നിന് വായിച്ചേ. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ചില കൂട്ടുകെട്ടുകളിൽ നിന്നും ഒക്കെ നമ്മൾ ഒരു വേർപാട് കീപ്പ് ചെയ്ത് വേർപാട് ജീവിതം എന്ന് പറയും. ഉടമ്പടി കാലത്ത് ഒരു വേർപാട് കാണിക്കണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വൈറസ് നമ്മളിലേക്ക് കയറും. ഇത് നമ്മളെ ഡൗൺ ആക്കി കളയും. ഇപ്പോൾ കണ്ട ഇപ്പോൾ എന്താ ഷാംലിൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചത്? അവർക്ക് ജോലി ഇല്ലാതിരുന്ന് അവർ രഹസ്യമായിട്ട് ഭർത്താവിനെ അറിയാതെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടി അവർക്ക് ജോലി ഉടനെ കിട്ടി. ഇന്നും ആ ജോലി പോയിട്ടില്ല. പക്ഷേ ഉടമ്പടി പുതുക്കാൻ ഹസ്ബൻഡിനോട് ചോദിക്കാൻ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥനയുടെ സബ്ജക്റ്റാക്കി മാറ്റണം. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആക്കിയാൽ എപ്പോഴായാലും ഈ വിക്കറ്റ് വീഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. കാര്യം ഇപ്പോൾ തന്നെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് ആരുമായിട്ടാണ്? ദൈവം എബ്രാഹുമായിട്ടാണ് ഉടമ്പടി എടുക്കുന്നത്, അല്ലേ? ആദ്യത്തെ ഉടമ്പടി ദൈവം ഇപ്പോൾ നമ്മൾ നോഹയുടെ ഉടമ്പടി കഴിഞ്ഞാൽ ഇപ്പോൾ 4ാമത്തെ ഉടമ്പടി, അത് ഏദനിക് ഉടമ്പടി, അഡമിക് ഉടമ്പടി, നൗഹായിൻ ഉടമ്പടി. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് എബ്രാഹിമിക് ഉടമ്പടി വരുന്നത്. 4ാമത്തെ ഉടമ്പടിയാണ് ദൈവം എടുക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ എബ്രാഹുമായിട്ട് ഉടമ്പടിയുടെ സമയം വരുമ്പോൾ ആ ഉടമ്പടിയിൽ ഇതുപോലൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, എബ്രാഹുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് ചിരിക്കും. അതാണ് കുഴപ്പം. അത് നിസ്സാര കാര്യമല്ല. എബ്രാഹത്തിനെ പാതാളക്കുഴിയിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ സാറായുടെ വലിയ ശക്തമായ ചിരിയുണ്ട്. അപ്പോൾ ദൈവം അത് ശ്രദ്ധിച്ചു. ഇവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നീ ചിരിച്ചു. അല്ല, ഞാൻ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം പറഞ്ഞു, ഇല്ല, നീ ചിരിച്ചു. പിന്നീട് ആ ഉടമ്പടിയെ മുഴുവനും നശിപ്പിച്ച് കളയണതും ഉടമ്പടിയുടെ സമയം ലാഗ് ചെയ്യിക്കുന്നത് സാറായാണ്, അല്ലേ? എബ്രാഹത്തിന് കൊടുത്ത ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന. ഉൽപ്പത്തി 18:11 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാഹും സാറായും വൃദ്ധരായിരുന്നു. അവർക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവും വൃദ്ധനായി,
എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ? കർത്താവ് അബ്രഹത്തോട് ചോദിച്ചു, വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായിരിക്കും. അതൊരു വാഗ്ദാനമാണ്. ഉടമ്പടി 3 തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന് വാഗ്ദാനമായിട്ട് കിട്ടും, പിന്നെ ചട്ടമായിട്ട് കിട്ടും, പിന്നെ നിയമമായിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലുള്ള ഒരു വചനം നീ അത് പാലിക്കണം എന്ന് വിചാരിച്ചോ. കർത്താവിൻ്റെ ഒരു നിയമം നീ പാലിക്കുകയാണ്, അവിടെ നീ ഓട്ടോമാറ്റിക്കായിട്ട് കൃപാസനത്തിൽ വന്നില്ലെങ്കിലും നീ ഉടമ്പടിയിലായി. ഉടമ്പടിക്ക് 3 ഫോംസ് ഉണ്ട്. ഒന്ന് നിയമം, റൂൾസ്, പിന്നെ ചട്ടം, റെഗുലേഷൻസ്. ഇതുപോലെ തന്നെയാണ് നിയമവും ചട്ടവും, പിന്നെ പ്രോമിസ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ നിയമം നമ്മൾ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിലായി. കർത്താവിൻ്റെ ചട്ടങ്ങൾ, ഈ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ആയിട്ട് വ്യത്യാസമുണ്ടേ. നമുക്കൊരു ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ശ്രദ്ധിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 105:9. സങ്കീർത്തനം 105:9 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. 105-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. ഏറ്റു പറഞ്ഞ്, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. കണ്ടില്ലേ, ഉടമ്പടി ഒരേ സമയം തന്നെ അബ്രാഹത്തോട്. ഇപ്പം സങ്കീർത്തനം 105:9 ഏറ്റു പറഞ്ഞ അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി. ഇസ്ഹാക്കിനോട് ശപഥപൂർവം ചെയ്ത വാഗ്ദാനം തന്നെ. ഇപ്പം ഉടമ്പടി ഒരു നിയമമാണ്. അതേസമയം തന്നെ അതിൽ തന്നെ ആ നിയമം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. ഇപ്പം കാത്തലിക്സിന് കറക്റ്റായിട്ട് സഭാ നിയമമുണ്ട്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകണം, കർത്താവിൻ്റെ ദിവ്യവിരുന്നിൽ പങ്കെടുക്കണം, അത് നിയമമാണ്. ആ നിയമം പാലിച്ചു കഴിയുമ്പോൾ അവർ ഉടമ്പടിയിലാണ്. അപ്പോൾ അവർ ഉടമ്പടിയിലായി. ഇതുപോലെ ഓരോ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് തന്നെയാണ്. ഇപ്പോൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരോട് ആദരവ് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായി. ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ ദൈവത്തിൻ്റെ ആ ഉടമ്പടി ഒരു ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതക്രമമെന്ന് പറയാൻ പറ്റത്തില്ല. ഉടമ്പടി ഒരു ജീവിതമാണ് ശരിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്യാത്തവരല്ല. പക്ഷേ ഇത് ഉടമ്പടിയാണ് നിങ്ങൾക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അത് അറിഞ്ഞിട്ട് അത് ദൈവസ്നേഹത്തോടെയാണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉടമ്പടിയുടെ റിട്ടേൺസ് കിട്ടും. ഞാനത് ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണ്. ദൈവവും ഞാനും തമ്മിൽ ഉടമ്പടി പാലിച്ച് ദൈവവും ഞാനും തമ്മിൽ ആന്തരികമായ ആത്മബന്ധത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആചാരം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യവും ദൈവസ്നേഹത്തിലെ എൻ്റെ ചട്ടങ്ങളുണ്ട്. ശ്രുതിക്കട്ടെ മക്കളെ. സങ്കീർത്തനം 105:10 എടുത്ത്. അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ചട്ടം എന്ന് പറയുന്നത് എന്താ? റെഗുലേഷൻസ്. നിയമം എന്ന് പറയുന്നത് എന്താ? റൂൾസും റെഗുലേഷൻസും. ഇപ്പോൾ റൂൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അത് റെഗുലേറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അത് വെച്ചാൽ അതിൻ്റെ ചട്ടം, അത് നടപടിക്രമം, അത് നടപ്പിൽ വരുത്തുന്ന നടപടിക്രമം. ആ നടപടിക്രമം ചട്ടം പോലെ തന്നെ പ്രധാനപ്പെട്ടത്, നിയമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ചട്ടം തന്നിട്ടുണ്ട്. എന്താണ്? 5:30 എഴുന്നേൽക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ 7 മണിക്ക് എഴുന്നേൽക്കാൻ ചട്ടം ലംഘനമായി.
അപ്പോൾ ഉടമ്പടി നിന്ന് ഔട്ടായി. അത് മനസ്സിലായല്ലേ? 5:30 എഴുന്നേൽക്കണം, നീലത്തിൽ കത്തിക്കണം, അതെല്ലാം ചട്ടമാണത്. നീലയ്ക്ക് പകരം പച്ച കത്തിച്ചാൽ ചട്ടവിരുദ്ധമായി. കാര്യം ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് ഒരു നിയമമാണ്, ദൈവമായിട്ട് നമ്മൾ അടുപ്പിക്കുന്നതാണ്. ആ നിയമം നടപ്പിൽ വരുത്തുന്നത് ചട്ടപ്രകാരമാണ്. ചട്ടം തെറ്റിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം എല്ലാത്തിനും ദൈവമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു സൂക്ഷ്മതയും അതേസമയം തന്നെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു അംശവുമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയോട് ചെയ്ത ഉടമ്പടി ചട്ടപ്രകാരം ദൈവസ്നേഹത്തോടെ അനുവർത്തിക്കാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടി പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഉടമ്പടിയിലും നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സ്ഥലങ്ങളിൽ, നമുക്ക് മെരിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് ദൈവത്തിൻ്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഉപ്പ് എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്? ഉടമ്പടി വസ്തുക്കളിൽ നിന്ന് ഉപ്പ് നീക്കം ചെയ്യരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുള്ളതാണ്. ഉപ്പ് ഉടമ്പടി വസ്തുക്കളിലെ ഉപ്പുള്ള വസ്തുക്കൾ ആരുടെ അവകാശമാണ്? ലേവ്യൻ്റെ അവകാശമാണ്. ലേവ്യ ആരുടെ അവകാശമാണ്? കർത്താവിൻ്റെ അവകാശമാണ്. അപ്പോൾ നമുക്ക് അവകാശം നഷ്ടപ്പെടുക, നമുക്ക് മെരിട്ട് നഷ്ടപ്പെടുക, അവിടെ നമ്മൾ കർത്താവിൻ്റെ അവകാശമാക്കി അതിനെ പ്രഖ്യാപിക്കും. അതിന് പ്രയോഗം എന്ന് പറയുന്നത് വെറുതെ ഉപ്പിടാൻ പറ്റത്തില്ല. വിശ്വാസപ്രമാണം ചൊല്ലിയിടേണ്ടി വരും. വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടുണ്ട്. അതാണ് എൻ്റെ ചട്ടമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചാണ് നിങ്ങൾ ഇപ്പോൾ സംഖ്യ പുസ്തകത്തെ 9:11 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഖ്യ 9:11. 2-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം. പെസഹ ആചരിക്കണെ കുറിച്ച് നിയമമാണ് പറഞ്ഞിരിക്കുന്നത്. നിയമം പറഞ്ഞോളൂ. പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. ഇതാ അത് നിയമമാണ്. ഉടമ്പടി ഒരു നിയമമാണ്. ഇനി നടപ്പിൽ വരുത്തുന്ന വിഷയം വേറെയാണ്. അതറിയണമെങ്കിൽ പുറപ്പാട് 12:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പുറപ്പാട് 12:11. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ സംഖ്യാപുസ്തകം. പെസഹ ആചരിക്കണമെന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 9:11. പക്ഷേ എങ്ങനെ ആചരിക്കണം, അതിൻ്റെ റെഗുലേഷൻ എന്താണ്, ചട്ടം എന്താണ്? ആ ചട്ടമാണ് പറയണത് പുറപ്പാട് 12:11. വായിച്ചോളൂ. അരമുറുക്കി പറഞ്ഞ അരമുറുക്കി അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. അപ്പോൾ ഈ ഉടമ്പടിക്ക് ഒരു സ്പീഡുണ്ട്, മനസ്സിലായോ? ഞാൻ ചെരുപ്പ് കയ്യിൽ അണിഞ്ഞാണ് ചെയ്യണത്. കാരണം നമ്മൾ യാത്ര അവസാനിക്കുമ്പോൾ ചെരുപ്പ് ഊരി വെക്കുകയല്ലേ ചെയ്യണത്, അല്ലേ? നമ്മൾ എവിടെയെങ്കിലും യാത്ര അവസാനിക്കുമ്പോൾ ചെരുപ്പ് ഊരി വെക്കും. യാത്ര തുടങ്ങുമ്പോഴും നമ്മൾ ചെരുപ്പ് അണിയും. അപ്പോൾ ഒരു യാത്രയുടെ ഒരു ഇതാണ്. പിന്നെന്താണ്? വടി കയ്യിലെടുക്കണം. പിന്നെന്താണ്? തിടുക്കത്തിൽ കഴിക്കണം. സ്പീഡാണ്. നിങ്ങൾ ഈ തിടുക്കം, ഇതിൻ്റെ ഉടമ്പടിയിലെ തിടുക്കം ഇല്ലെങ്കിൽ ഉടമ്പടിക്ക് തിടുക്കം ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം സ്പീഡായിട്ട് ചെയ്യേണ്ടതാണ്. കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ. ഇപ്പോൾ ഷാംലിൻ പെട്ടെന്ന് വൈഫിനോട് ഇവിടെ വന്ന് എനിക്ക് ജോലി കിട്ടിയത്
ഉടമ്പടി എടുത്തിട്ടാണെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം തന്നെ ഷാമിനും വൈഫിനെയും കൂടി ഇവിടെ വരും. എന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് പിന്നെ ഈ മനുഷ്യൻ അതെല്ലാം ചെയ്യണത് പക്കാ സ്പീഡിലാണ്. പുള്ളിക്കാരൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 5:30 അതിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 5:30 എഴുന്നേറ്റ് ഇങ്ങനെ വർക്കപ്പിച്ചിനാണ് പല ആൾക്കാരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. 6 മണി വരെ അച്ഛൻ സമയം തന്നിട്ടുണ്ട്, ചട്ടക്രമം 6 മണി വരെ ഉണ്ട്. അപ്പോൾ 5:30 എഴുന്നേറ്റ് ഫ്രഷായി പതുക്കെ വന്ന് 6 മണിക്കുള്ളിൽ അത് ചെയ്ത് തീർക്കേണ്ടത്. അത് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് തന്നെ അത് മാറ്റും. നിങ്ങൾ ആദ്യത്തെ 2-3 ദിവസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ തോന്നുമ്പോൾ എഴുന്നേക്കും, തോന്നുമ്പോൾ കിടക്കും. ഈ തോന്നുമ്പോൾ കിടക്കുന്നപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് പകുതിയോളം പോയെന്ന് പറയാം. മനുഷ്യനാണെങ്കിൽ കിടക്കുന്നതിനൊക്കെ സമയമുണ്ട്. അല്ല, വേറെ വല്ല ജീവിയാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 മണിക്ക് മുമ്പ് തന്നെ ജീവിതത്തോട് ഉത്തരവാദിത്തമുള്ളവർ 10 മണിക്ക് തന്നെ കിടന്നിരിക്കണം. ഒരു ഉത്തരവാദിത്വം ഒരു തിരക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ല. കമ്പലക്കാള പോലെ ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുക വളർത്തണ പാർട്ടിയാണെങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ കിടന്നാൽ മതി. പക്ഷേ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയമാണ് രാവിലെ ഉള്ളത്. അത് കൃത്യമായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കിടക്കണം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് 5:30 എഴുന്നേറ്റ് ഫ്രഷായി പതുക്കെ വന്ന് ഇപ്പോൾ എന്താ ഈ നോൺ ക്രിസ്ത്യൻസ് ലീഡ് ചെയ്യാൻ കാരണം എന്താ? ചട്ടം സംഭവം കൃത്യം. അത് കാത്തലിക്സിനേക്കാൾ ഉടമ്പടി ചട്ടമായിട്ട് ചെയ്യണത് നോൺ ക്രിസ്ത്യൻസാണ്. സംശയമില്ല. സാക്ഷ്യത്തിൻ്റെ ഇടിവിട്ട് സാക്ഷ്യം എന്നവരിൽ നിന്നല്ലേ. അതിൻ്റെ കാരണം ഇതാണ്. ചെയ്യണ കാര്യങ്ങൾ വെട്ടിപ്പും മേനിയുമായിട്ട് അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്യും. ഇത് ചെയ്താൽ മതിയല്ല എന്നല്ല. ഇപ്പം തന്നെ ഈ ഷാമിലിന് എന്താ സംഭവിക്കുന്നത്? അവനത് വൈഫ് ഇവിടെ വന്ന് മാതാവിനോട് സോറി പറയാം. ആദ്യം എൻ്റെ വൈഫിനെ ഞാൻ പുതുക്കാൻ വിടാഞ്ഞ് സോറി പറയും. എനിക്കറിയത്തില്ല അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയത്തില്ലാഞ്ഞ്, അതുകൊണ്ട് എനിക്ക് ജോലി തന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിന്. അമ്മ തന്ന ജോലി കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു പോണത്. പക്ഷേ നന്ദി പറയാൻ പോലും എനിക്ക് വരാത്തില്ല, ഞാൻ അവളെ വിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആദ്യമേ സോറി പറയണമെന്ന് പറയും. ആ സോറി അങ്ങ് അമ്മ ഏറ്റെടുക്കും. അതാണ് രസം. അത് ആത്മാർത്ഥമായിട്ട് അമ്മ സ്വീകരിക്കും ആ സങ്കടം. എന്നിട്ട് ഇവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്നെ പിടിച്ച് ആരോ കുടഞ്ഞതുപോലെ എനിക്ക് തോന്നിയെന്ന്. അഭിഷേകം വന്നു രാവിലെ. അതാണ് വിഷയം. നമ്മൾ ആ സത്യസന്ധമായിട്ടാണ് വിഷയം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഭിഷേകം എല്ലാ മേഖലയും വരും. പിന്നെ എന്നിട്ട് ഈ ഷാമിലിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം കേട്ടോ. നല്ല ഈ മാസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം ഈ ആഴ്ച. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ സ്വപ്പ് പതയണ പോലെ എപ്പോഴും ദൈവസ്നേഹം ഇങ്ങനെ പതഞ്ഞുകൊണ്ടേയിരിക്കും. ഉടമ്പടി കറക്റ്റാണെങ്കിലേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കാം, ഒക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാകത്തില്ല. മറിച്ച് ഉടമ്പടി കറക്റ്റായിട്ട് ഇത് ചെയ്തിരിക്കും. ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിനെ മഹത്വപ്പെടുത്തും, ദൈവത്തിന് വേണ്ടി ഞാൻ സാക്ഷിയാകും എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് എന്നോട് തന്നെ ഞാനൊരു ഉടമ്പടി ചെയ്യും, ഒരു സ്വകാര്യ ഉടമ്പടി. അങ്ങനെ ചെയ്ത് ആണ് ഇവൻ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ഇറക്കുമ്പോൾ തന്നെ ശരീരം ആസനം കൊടയണ പോലെ ഒരു വല്ലാത്ത ഒരു അനുഭൂതിയിലേക്ക് വരും. അഭിഷേകമാണത്. അതിവർക്ക് ഇപ്പം മാത്രമല്ല, പിന്നെ ഇവർക്ക് അഭിഷേകം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാര്യം നമ്മളെ ദൈവാനുഭവത്തെ ക്രിസ്ത്യാനിറ്റിയിൽ അഭിഷേകം എന്താ പറയണത്. അപ്പം നമ്മൾ തലയിൽ കൊണ്ടുവന്ന് രാജാക്കന്മാർക്കും പട്ടമഹർഷിമാർക്കും തൈലം തേക്കണ അഭിഷേകമല്ല. ഇത് പരിശുദ്ധാത്മാ നിറവിന് അഭിഷേകം എന്നാ പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യും, കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഫീൽ ചെയ്യുന്ന സമയത്ത് ഈ ദൈവസ്നേഹം ഇങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് കയറുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഈ ഷാവിലിൻ്റെ മനസ്സിലെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ത്വരയാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ 4 സൈഡിലുള്ള റോഡുകളിലൊക്കെ ഇവൻ കൊണ്ടടന്ന് ഈ കൃപാസനം പത്രം പ്രേക്ഷിതനായിട്ട് വിതരണം ചെയ്യും. അപ്പം ചിലരൊക്കെ വലിച്ചു കയറി ദൂരെ കളയാം, പത്രം പിടിച്ച് മേടിച്ചിട്ട് വലിച്ചു കയറി കളയും. അപ്പം പറയുമ്പോൾ അമ്മ മാതാവേ അവരോട് ക്ഷമിച്ചേക്കണമെന്ന് പറയും. ദൈവസ്നേഹമുള്ളവർക്ക് അങ്ങനെയാണല്ലോ. ദൈവസ്നേഹമുള്ളവർക്ക് ഉണ്ടിൻ്റെ ഉള്ളിൽ ശാപമല്ല വരുന്നത്. കർത്താവ് ഇപ്പോൾ 14 അധ്യായമില്ല റോമ എന്താ പറയണത്? റോമ 14 പറയും, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവിൻ. ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന
യേശുവേ ആരാധന 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 യേശുവേ ആരാധന. റോമാ 12:14 യേശുവേ നന്ദി. ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ഏറ്റു പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അനുഗ്രഹിക്കും, എന്നാലും നീ എനിക്കിട്ട് പാര വെച്ചല്ല. ഞങ്ങളുടെ ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും, ഞങ്ങളുടെ പുളിച്ചും പൂക്കും. മനസ്സിൽ വിചാരിക്കല്ലേ? മനുഷ്യന്മാരുടെ സ്വഭാവം അതാണല്ല. നമുക്കിവിടെ പണി തന്നവരും പാര വെച്ചവരുമൊക്കെ നമ്മളിപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തോണ്ടിങ്ങനെ വായു വെള്ളവും കൊണ്ട് അടക്കണം. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അടക്കണം. പക്ഷേ എന്നാലും മനസ്സിൽ ഓർക്കും, എന്താണ് നീ എനിക്കിട്ട് പണിതല്ലേ, എപ്പോഴെങ്കിലും ഒരു ദിവസം ഉണ്ടാവും, ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടല്ല എന്ന് മനസ്സിൽ വിചാരിക്കും. ആ ബൈബിൾ അതവിടെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ, അനുഗ്രഹിക്കുക അല്ലാതെ മറിയ മനസ്സിലൊന്നും വിചാരിക്കരുത്. അതാ വിഷയം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടിക്കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവസ്നേഹത്തോടെ ജീവിക്കാൻ, ക്ഷമിച്ചോട് ജീവിക്കാൻ, ശത്രുക്കളെ ആശീർവദിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശത്രുക്കളോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുവാൻ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാൻ